വീടുകളിൽ തന്നെ ഡയാലിസിസ് ചെയ്യുന്നതിനുള്ള പദ്ധതിക്ക് രൂപം നൽകുമെന്ന് മന്ത്രി വീണ ജോർജ് എറണാകുളം ജനറൽ ആശുപത്രിയിൽ ഡയാലിസിസ് ബ്ലോക്ക് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. രോഗങ്ങൾ വരാതിരിക്കാനുള്ള പരിശ്രമങ്ങൾ നടത്താൻ എല്ലാവരും മുന്നിട്ടിറങ്ങണമെന്ന് ചടങ്ങിൽ മുഖ്യ അതിഥിയായി എത്തിയ മമ്മൂട്ടി പറഞ്ഞു. വീടുകളിൽ തന്നെ ഡയാലിസിസ് ചെയ്യുന്നതിനുള്ള പെരിട്ടോണിയൽ ഡയാലിസിസ് പദ്ധതിക്ക് സർക്കാർ കൂടുതൽ പരിഗണന നൽകുമെന്ന് മന്ത്രി വീണ ജോർജ് അറിയിച്ചു. രോഗങ്ങൾ ഉണ്ടാക്കി വയ്ക്കാതിരിക്കാനുള്ള പരിശ്രമങ്ങൾ നടത്താൻ എല്ലാവരും മുന്നിട്ടിറങ്ങണമെന്ന് ചടങ്ങിൽ മുഖ്യാതിഥിയായിരുന്ന നടൻ പത്മശ്രീ മമ്മൂട്ടി പറഞ്ഞു. ഇതൊക്കെ ജീവിതശൈലി രോഗങ്ങൾ കൊണ്ടാവുകയാണ് കൂടുതലും. അതൊന്നും ഉണ്ടാകുന്ന ഒരു ജീവിതശൈലി പിന്തുടരാതിരിക്കുക, അത് മാത്രമേ ഉള്ളൂ എനിക്ക് അവസരത്തിൽ പറയാനുള്ളൂ. നമസ്കാരം. 54 ഡയാലിസിസ് യൂണിറ്റുകളുള്ള ഇന്ത്യയിലെ ആദ്യത്തെ സർക്കാർ ആശുപത്രിയായി എറണാകുളം ജനറൽ ആശുപത്രി ഇതോടെ മാറി. 3 നിലകളിലായാണ് കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നത്. ഏറ്റവും മുകളിൽ റൂഫ് ചെയ്ത RO പ്ലാന്റും സ്ഥാപിച്ചു. 54 ICU ഡയാലിസിസ് കിടക്കകളാണ് സജ്ജമാക്കിയിട്ടുള്ളത്. 54 ഡയാലിസിസ് മെഷീനുകളും ഉണ്ട്. ഹൈബി ഈഡൻ MP, മേയർ M. അനിൽകുമാർ, TJ വിനോദ് MLA തുടങ്ങി പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്തു. MLA ഫണ്ട്, ആശുപത്രി വികസന സമിതി ഫണ്ട്, കൊച്ചിൻ ഷിപ്പ്യാർഡ്, ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ എന്നിവരുടെ CSR ഫണ്ട്, റോട്ടറി ക്ലബ്ബ്, ഇൻകൽ എന്നിവരുടെയെല്ലാം പിന്തുണയോടെയാണ് പദ്ധതി പൂർത്തീകരിച്ചത്. കൈരളി ന്യൂസ്, കൊച്ചി.